ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 103 മുതൽ 105 വരെ. ഇന്നത്തെ കുറിവാക്യം 2 രാജാക്കന്മാർ 20 അധ്യായം 1 വാക്യം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. രാജ്യവിഭജനത്തിനു ശേഷം യഹൂദായിൽ ഭരണം നടത്തിയ 13ാമത്തെ രാജാവായിരുന്നു ഹിസ്കിയാവ്. ദൈവത്തിൻ്റെ ബലം എന്നതാണ് ഹിസ്കിയാവ് എന്ന പേരിൻ്റെ അർത്ഥം. വേദപുസ്തകത്തിൽ ഹിസ്കിയാവ് എന്ന പേരിന് യഹിസ്കിയാവ് എന്നും കാണുന്നുണ്ട്. യഹൂദായിലെ രാജാവായിരുന്ന ആഹാസിൻ്റെയും അബിയുടെയും മകനായിരുന്നു ഹിസ്കിയാവ്. 25 വയസ്സിലായിരുന്നു അദ്ദേഹം രാജ്യഭാരം ഏറ്റെടുക്കുന്നത്. ഹിസ്കിയാവ് രാജാവാകുമ്പോൾ രാജ്യം വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ അദ്ദേഹം ബുദ്ധിപൂർവം പ്രവർത്തിച്ച് അയൽ രാജ്യങ്ങളുമായി സമാധാനമായിരുന്നു കൊണ്ട് തൻ്റെ രാജ്യത്തെ ശക്തിപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു. ഹിസ്കിയാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് രാജ്യത്തെ ആകമാനം നവീകരിച്ചു. തൻ്റെ പിതാവായ ആഹാസിൻ്റെ കാലത്ത് നിലനിന്നിരുന്ന വിഗ്രഹാരാധനയും മറ്റ് അനാചാരങ്ങളും അകറ്റി രാജ്യത്തെ ശുദ്ധീകരിക്കുന്നു. രാജ്യം മുഴുവനും യഹൂദ നഗരങ്ങളിലും ആഹാസ് സ്ഥാപിച്ചിരുന്ന വിഗ്രഹ സ്തംഭങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും ഹിസ്കിയാവ് തകർത്തു കളഞ്ഞു. മാത്രമല്ല, ലേവ്യരെയും പുരോഹിതന്മാരെയും കൂട്ടിവരുത്തി ദൈവാലയം ശുദ്ധീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. 2 രാജാക്കന്മാർ 18 അധ്യായം 4 വാക്യത്തിൽ പറയുന്നു, അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച് മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഹുഷ്ടാൻ എന്ന പേരായിരുന്നു എന്ന്. ജനത്തിൻ്റെ ആധ്യാത്മികതയ്ക്കും ഹിസ്കിയാവ് വളരെ പ്രാധാന്യം നൽകിയിരുന്നു എന്ന് കാണുന്നുണ്ട്. അത് അതിൻ്റെ 6ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. അവൻ യഹോവയോട് ചേർന്നിരുന്ന് അവനെ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നു എന്നാണ് ഇവിടെ ഹിസ്കിയ രാജാവിനെ കുറിച്ച് പറയുന്നത്. അതിനാൽ തൻ്റെയും ജനത്തിൻ്റെയും ആധ്യാത്മികതയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു ഹിസ്കിയാവ് എന്ന് നമുക്ക് കാണാം. എന്നാൽ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം യെശയ്യാ പ്രവാചകന്റെ ശക്തമായ ഒരു പിന്തുണയും ഹിസ്കിയാവിന് ലഭിച്ചിരുന്നു. രണ്ടാമതായിട്ട് രാജ്യത്തിൻ്റെ അതിർത്തി ശക്തിപ്പെടുത്തി. യെരുശലേമിൻ്റെ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുവാനായിട്ട് ഹിസ്കിയാവ് ശ്രമിച്ചിരുന്നു. രാജ്യത്തെ ചുങ്കം പിരിവ് കാര്യക്ഷമവും കുറ്റമറ്റതുമാക്കി. വിലപിടിപ്പുള്ള സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നതിനായി ഭണ്ഡാരഗൃഹങ്ങളും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയ്ക്കായി പണ്ടകശാലകളും വളർത്തുമൃഗങ്ങൾക്കും ആട്ടിൻകൂട്ടങ്ങൾക്കുമായി തൊഴുത്തുകളും പണി കഴിപ്പിച്ചു. മാത്രമല്ല, ജലവിതരണത്തിനായി ഒരു ജലസംഭരണിയും തുരങ്കവും നിർമ്മിച്ചിരുന്നതായും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ പരിഷ്കാരങ്ങളെല്ലാം രാജ്യത്തിനും ജനങ്ങൾക്കും അനുഗ്രഹകരമായിരുന്നു എന്നും എല്ലാ ജനങ്ങളും ഹിസ്കിയാവിനെ ബഹുമാനിച്ചിരുന്നു എന്നും തിരുവചനത്തിൽ നിന്നും നമ്മൾ വായിക്കുന്നു. എന്നാൽ ഹിസ്കിയാവിന് മരിക്കത്തക്കതായ ഒരു രോഗം ബാധിച്ചു എന്നും യഹോവയുടെ നിർദ്ദേശപ്രകാരം അത്തിപ്പഴക്കട്ടയിലൂടെ സൗഖ്യം നേടിയതായും തുടർന്ന് 15 സംവത്സരം ആയുസ് നീട്ടി കിട്ടുകയും ചെയ്തു എന്നും നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ നീണ്ട 29 വർഷങ്ങൾ രാജ്യത്തെ നയിക്കുവാനായിട്ട് ഹിസ്കിയാവിന് സാധിച്ചു. അങ്ങനെയെങ്കിൽ ദൈവം നമുക്കും നൽകുന്ന അവസരങ്ങൾ പ്രയോജനകരമായി വിനിയോഗിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഓരോ ദിവസവും അവിടുന്ന് ഞങ്ങൾക്ക് ജീവനും ജീവിതവും നീട്ടി നൽകുമ്പോൾ അങ്ങേക്ക് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.